ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറൈൻ ഡിസൈൻസ്. ഇനി ഞാനൊരു അബായ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മോഡേൺ അബായയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 68 ഇഞ്ച് വിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതുപോലെ ഒരു ഡോറി എടുത്തിട്ടുണ്ട്. ഈ ഡോറി വെച്ചിട്ടാണ് നമ്മൾ ഈ അബായ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്തെടുക്കാനാണ് ഈ ഡോറി എടുത്തേക്കുന്നത്. ഇത് നമുക്കിതുപോലെ റോളായിട്ട് മേടിക്കാൻ കിട്ടും. നമുക്ക് മീറ്ററിന് 5 രൂപ 6 രൂപയൊക്കെ റേറ്റാണ് ഇതിന് മുടക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ആദ്യമേ 4ആയിട്ട് മടക്കിയിടാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് എടുക്കാൻ പാകത്തിന് ഇതുപോലെ 2ആയിട്ട് ആദ്യമേ മടക്കിയിട്ട് പിന്നീട് ഒന്നുകൂടെ മടക്കി 4ആയിട്ട് മെറ്റീരിയൽ മടക്കിയിടാം കേട്ടോ. അപ്പോൾ നമുക്ക് 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 58 ഇഞ്ച് സൈസ് ഇറക്കം വേണ്ടവർക്ക് വരെ ഈ മെറ്റീരിയൽ മതിയാകും. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എക്സ്ട്രാ എടുക്കണം. പിന്നെ താഴെ മടക്കി അടിക്കുന്നതിന് 1 ഇഞ്ച് എടുക്കണം. അങ്ങനെ 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് കൂടുതൽ വേണം മാർക്ക് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് വേണ്ടുന്ന ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ നമ്മൾ ആം ഹോള് അങ്ങനെ കൈക്കുഴിയോ കയ്യോ ഒന്നും വെട്ടിയെടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോൾഡർ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്നും സ്ലീവിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. സ്ലീവ് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ഇഞ്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കണം. നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്ലീവ് ലെങ്ത് ഇപ്പോൾ 22 ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചോടെ ആഡ് ചെയ്ത് ഒരു 24.5 ഇഞ്ച് നമുക്ക് ആഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ കട്ടിങ് വരുന്നില്ല. അപ്പോൾ അവിടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടി ലൂസാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്ത പോയിന്റിൽ നിന്ന് ലൂസ് താഴേക്ക് അടയാളപ്പെടുത്തി എടുക്കുക. ഇവിടെ ഞാൻ 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സെയിം 10 ഇഞ്ച് ലൂസ് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് 1 ഇഞ്ചൊക്കെ കൂട്ടി ചെസ്റ്റ് അളവ് കൂടുതലുള്ളവർക്കാണെങ്കിൽ 1-1.5 ഇഞ്ചൊക്കെ കൂട്ടി എടുക്കാം കേട്ടോ. ഇനി നമുക്കിവിടെ ചെസ്റ്റ് അളവാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര ലൂസ് വേണോ അത്ര ലൂസ്. അബായ്ക്ക് സാധാരണ ബോഡി മെഷർമെൻറ്റിൻ്റെ കൂടെ 10 ഇഞ്ച് ലൂസ് എടുത്തിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ മെഷർ ചെയ്യാറ്. അത് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് 6 ഇഞ്ച് ലൂസ് മതി അബായ്ക്ക്. അതിൽ കൂടുതൽ ലൂസ് വേണമെന്നുള്ളവർക്ക് അത് ലൂസാക്കി എടുക്കാം. അപ്പം ഞാൻ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് ഷേപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്ത് അവിടേക്ക് 1 ഇഞ്ച് കുറച്ച് ഷേപ്പ് വണ്ണോ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് സ്ലീവിന് അറ്റം വരെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൈക്കുഴിയൊന്നും ഇതിനകത്ത് വെട്ടിയെടുക്കുന്നില്ല. ഇതുപോലെ നമ്മൾ ഷോൾഡർ എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി സ്ലീവ് ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടുതൽ എടുത്ത് അതും അടയാളപ്പെടുത്തി കൊടുത്തു. കൈയുടെ അടിഭാഗത്തുള്ള ലൂസ് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാൻ ഇവിടെ 10 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അത്രയൊക്കെ മതിയാകും. ഇനി ആ ലൂസ് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് ലൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൂസ് എത്രയാണോ വേണ്ടത് അത് ലൂസ് എടുക്കുക. ഇനി നമുക്ക് ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം ചെസ്റ്റ് അളവ് എത്രയാണ് എടുക്കുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്ത പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് ഷേപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 15 ഇഞ്ചൊക്കെ നോർമൽ കേസിലുള്ള ആളുകൾക്ക് മതിയാകും. പിന്നെ ഒരുപാട് ഷേപ്പ് വേണ്ടാത്തവരാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചെടുത്താൽ മതി കേട്ടോ. ഈ അബായ ദുബായ് അബായ സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നല്ല ലൂസിന് ഇടുന്ന ഒരു മോഡലാണ് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയർ ഫുള്ളായിട്ടുള്ള ഫ്ലെയർ വേണ്ട. നമുക്ക് സാധാരണ ഒരു അബായയുടെ ഫ്ലെയർ മതി. ഞാനിവിടെ കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ഉണ്ടല്ലോ അപ്പോൾ തട്ടാത്ത രീതിയിൽ ഒരു 22 ഇഞ്ച് 4ആയിട്ട് മടക്കിയിടുമ്പം 22. അപ്പോൾ ഫ്രണ്ട് 44 ബാക്ക് 44 അങ്ങനെ കിട്ടാൻ പാകത്തിന് ഹാഫ് മടക്കിയത് 22 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷേപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴത്തേക്കൊന്ന് ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗം ഒന്ന് കർവ് ചെയ്ത് ഒരു 2-3 ഇഞ്ച് സൈഡ് ചെരിച്ച് സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ ചെരിച്ച് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ചെടുത്ത പോയിന്റിൽ കൂടെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ നമുക്ക് കട്ടിങ് വരും കേട്ടോ. ഇനി നമുക്ക് ഒരു പീസ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കിയിടുവാണെങ്കിൽ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്.
അപ്പോൾ നമുക്കിനി ഫ്രണ്ടിൻ്റെ ഒരു പടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. കഴുത്തകലം എത്രയാണ് വേണ്ടത് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമുക്ക് 1 ഇഞ്ച് പടി നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പടിയുടെ അളവും കൂടി നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കർവ് ചെയ്ത് നമുക്ക് ലെങ്ത്തിലേക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ 6 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനൊരു 7 ഇഞ്ച് എടുത്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പടി വെച്ച് കൊടുക്കുമ്പോൾ 1 ഇഞ്ചിൻ്റെ വീതിയുള്ള പടി വെച്ച് കൊടുക്കുമ്പോൾ അത് ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലെങ്ത്തും പാകത്തിനായി കിട്ടും, അതുപോലെ വിഡ്ത്തും പാകത്തിനായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ എത്രയാണ് വേണ്ടത് അതിൽ നിന്ന് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2.5 ഇഞ്ച് സാധാരണ രീതിയിൽ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ 3.5 ഇഞ്ചാണ് എടുത്തത്, പടി വരുന്നതുകൊണ്ട്. ഇനി ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക, താഴെ വരെ ഓപ്പൺ ആക്കി കൊടുക്കുക. ബാക്ക് പീസിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക. നമുക്ക് പടി പിടിപ്പിക്കുമ്പം സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കുമാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഡോറി, ഇനി മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഡോറി വെച്ചിട്ട് ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ അറ്റത്ത് തൊട്ട് ഇപ്പുറത്തെ സ്ലീവിൻ്റെ അറ്റം വരെ നമുക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ ആ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ 2 സൈഡും സ്ലീവിൻ്റെ അറ്റത്തുനിന്ന് തൊട്ട് ഒപ്പം വെച്ച് കൊടുത്ത് നെക്കിൻ്റെ പോർഷൻ വരുന്നുണ്ടല്ലോ അവിടം വരെ തയ്ച്ച് കെട്ടിട്ട് നിർത്തുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ലെഫ്റ്റും റൈറ്റും സൈഡിൽ കൈയുടെ അറ്റത്തുനിന്ന് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ഇതുപോലെ കൈയുടെ അറ്റത്തുനിന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും സ്ലീവിൻ്റെ അറ്റത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്ലീവിൻ്റെ അറ്റം കയറ്റിറക്കം വരാതെ നമ്മൾ സൈഡിൽ നിന്ന് അറ്റത്തുനിന്ന് തന്നെ തയ്ച്ച് നെക്കിൻ്റെ പോർഷനിലേക്ക് വെക്കുക. ഇനി നമുക്ക് ആ പോർഷൻ എല്ലാം ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒരു പടി വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് ഡോറി വെക്കാനുള്ള മെഷർമെൻ്റ് എടുത്ത് ഒന്ന് അളന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഓരോ ഇഞ്ച് അകലത്തിലാണ് ഞാനിവിടെ ഡോറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ഒരു ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന് 2 സൈഡിലേക്കും ഈക്വലായിട്ട് വരാൻ പാകത്തിന് ഞാൻ 1/2 ഇഞ്ച് വീതം ഒരു പോർഷനിലേക്ക് 1/2 ഇഞ്ചും ഇപ്പുറത്തെ പോർഷനിലേക്കും 1/2 ഇഞ്ച് വീതം ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഡോറികൾ തമ്മിലുള്ള അകലം 1 ഇഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരേ അകലത്തിൽ വരണമല്ലോ. അപ്പോൾ നമുക്ക് സെൻട്രൽ ലൈൻ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ലൈൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് മുകളിലേക്കും താഴേക്കും, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമാണ് ഇത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനിലേക്കും 1/2 ഇഞ്ച്, ബാക്ക് പോർഷനിലേക്കും 1/2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഒരു ടേബിളിൻ്റെ പുറത്ത് നമുക്ക് വിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ഫ്രണ്ട് ഫുള്ളും ബാക്ക് ഫുള്ളും ലൈൻ അങ്ങേയറ്റം വരെ ഈ ഒരു സ്ലീവിൻ്റെ അറ്റത്തുനിന്ന് തൊട്ട് മറ്റേ സ്ലീവിൻ്റെ അറ്റം വരെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് വരച്ചു കൊടുക്കുക. സ്കെയിൽ എന്തെങ്കിലും വെച്ച് വരച്ചു കൊടുക്കുന്നതായിരിക്കും എളുപ്പം. അതിനുശേഷം നമുക്ക് 1 ഇഞ്ച് വീതമാണല്ലോ അകലം വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഓരോ ഇഞ്ച് വീതം 2 സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ടേപ്പ് വെച്ച് എല്ലാ സൈഡും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 ലൈനാണ്, ഫ്രണ്ടിലും 4 ലൈൻ ബാക്കിലും 4 ലൈനാണ് അടയാളപ്പെടുത്താൻ തയ്ച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ഇഞ്ച് വീത അകലത്തിൽ ഞാൻ പോയിന്റുകളെല്ലാം ചേർത്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരച്ചു കൊടുക്കുമ്പോൾ വളഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഡോറി ആ ലൈൻസിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് തെന്നി മാറി പോകാതെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നെക്കിൻ്റെ പോർഷൻ വരുമ്പോൾ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് സൈഡ് വരുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് നേരെ തന്നെ നമുക്ക് തയ്ച്ച് പോകാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ അവിടെ വരുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത ലൈനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അത് സ്ലീവിൻ്റെ അറ്റത്ത് വരുമ്പം ചെയ്യുക. അപ്പോൾ ബാക്ക് സൈഡ് ആകുമ്പോൾ നമുക്ക് നെക്കിൻ്റെ അവിടെ കട്ടിങ് വരുന്നില്ല, ഫുള്ള് നേരെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ സ്റ്റിച്ച് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് അതിൻ്റെ പടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിലെ ഒരു പടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, 1 ഇഞ്ച് വീതി നമുക്ക് കിട്ടാൻ പാകത്തിനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ 2ആയിട്ട് മടക്കി എടുത്തിട്ടാണ് പടി വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയിലാണ് പടിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ 3 ഇഞ്ച് വീതിയിൽ ഞാൻ പടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മുടെ ഡോറിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഭംഗിയായിട്ട് തന്നെ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അളവ് മാറിപ്പോവും, വളഞ്ഞു പോകും. അത് തമ്മിലുള്ള അകലം തമ്മിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കണ്ടോ കറക്റ്റ് നമുക്ക് 1 ഇഞ്ച് അകലത്തിൽ തന്നെ കിട്ടി. അരയിഞ്ച് വീതം എടുത്തത് 1 ഇഞ്ച് അകലത്തിൽ തന്നെ നമുക്ക് ഡോറി വെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഫ്രണ്ടും ബാക്കും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടിയാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് വീതിയിൽ വെട്ടിയെടുത്ത പടി 2-3 പീസൊക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നല്ല വശവും ചേർത്ത് കൊടുത്ത് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ പീസും ജോയിൻ ചെയ്ത് എടുക്കുക. പിന്നെ അത് തമ്മിൽ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ നെക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ മടക്കി വെക്കുന്ന പോർഷൻ നമ്മൾ സ്റ്റിച്ചിങ്ങും മടക്കി വെക്കലും ഒപ്പം ചെയ്യുമ്പോൾ ഇനി വളഞ്ഞു പോയി കഴിഞ്ഞാൽ പടിക്ക് പൊളച്ചിലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് വക്കിൽ കൂടി ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ തയ്ക്കണ വരുമ്പോൾ അത് ഉള്ളിൽ പൊക്കോളും. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അബായയുടെ ബോഡി എടുത്ത് ടേബിളിന്മേൽ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് തൊട്ട് 2 സൈഡിലേക്ക്, അപ്പോൾ നമ്മൾ എടുത്ത പടിയുടെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഇതുപോലെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ ആ നെക്കിൻ്റെ വളവും ഒക്കെ അതുപോലെ തന്നെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ പൊളച്ചിലില്ലാത്ത രീതിയിൽ പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ കെർവ് വരുന്നിടത്ത് വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് പിന്നീട് പടി ഇതുപോലെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കെട്ടിയിട്ട് നിർത്തിയതിന് ശേഷം നമുക്കിനി ബാക്കി തയ്ക്കണമല്ലോ. ഒരു സൈഡിൽ നമ്മൾ തയ്ച്ചിട്ടുള്ളൂ, അപ്പോൾ മറ്റേ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 സൈഡിലേക്കും പടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഓവർലോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ളവർ അത് ചെയ്തെടുക്കുക. അത് ചെയ്തെടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഇതുപോലെ ഓവർലോക്കിങ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിത് ഫ്രണ്ട് ഓപ്പൺ അബായയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ഈ പടി കൂടെ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്താൽ നമുക്ക് അത് ഓപ്പൺ അബായയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ കസ്റ്റമർക്ക് അങ്ങനെ ഓപ്പണായിട്ട് വേണ്ട, കൂട്ടി അടിച്ച് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അതുപോലെ ബട്ടൺസും വെക്കണ്ട. ബട്ടൺസ് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടി അടിക്കുമ്പം ഈ റൈറ്റ് സൈഡിലെ പടിയുടെ മുകളിൽ കൂടെയാണ് അടിക്കാറ്. അപ്പോൾ നമ്മൾ ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പം അത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലെഫ്റ്റിലെ പടിയിലേക്ക് പതിച്ചടിച്ച് കൊടുക്കത്തില്ല. അപ്പോൾ ഇവിടെ ബട്ടൺസും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ കസ്റ്റമറുടെ ഒരു ആവശ്യപ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ ഒരു ചെറിയ ഓപ്പണിങ് ഇതുപോലെ കൊടുത്തിട്ട് പതിച്ചടിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുള്ളവർ പതിച്ചടിച്ച് കൊടുക്കണ്ട. അതുപോലെ തന്നെ പ്രസ് ബട്ടൺ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ബട്ടൺസ് വെക്കണവർക്ക് പതിക്ക് അടിക്കാതെ ഒരു സൈഡിൽ കൂടെ മാത്രം അടിച്ചു കൊടുത്തിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരു പുറംകാണി സ്റ്റിച്ച് ചെയ്ത് പതിച്ച് ആദ്യം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ ഓപ്പണിങ് വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അരികിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബട്ടൺസ് വെറുതെ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ തയ്ക്കുന്നതിൻ്റെ നേരെ അപ്പുറ സൈഡിൽ കൂടെ എൻ്റെ റൈറ്റ് സൈഡിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്തവർ ബട്ടൺസൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അപ്പുറ സൈഡിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ അവിടെ വരുമ്പോൾ ഇതുപോലെ ചെരിച്ച് നിർത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെരിച്ചാണ് വരുന്നത് നെക്കിൻ്റെ പോർഷൻ വരുമ്പോൾ. അതുപോലെ താഴെ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു നെക്കിൻ്റെ അവിടെ ഒരു ചെറിയ പൊളച്ചിൽ പോലെ ഉണ്ടാവും. അത് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റമാണ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം ഒരു 1.25 ഇഞ്ച് മടക്കി കൊടുക്കുക. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് അതിനകത്ത് കറക്റ്റായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1.25 ഇഞ്ച് മടക്കി കൊടുക്കണം. അതുപോലെ ഈ ഡോറിയുടെ ഡിസൈനിങ് വളഞ്ഞു പോകാതെ നേരെ തന്നെ വെച്ച് കൊടുത്ത് മടക്കി കൊടുക്കുക. ഇതുപോലെ 2 പ്രാവശ്യമായിട്ട്, ഒരു പ്രാവശ്യമായിട്ട് മടക്കുമ്പോൾ ശരിയാവില്ല എന്നുള്ളവർ 2 പ്രാവശ്യമായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഇനി 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ഞാൻ 9 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. അത് ഇലാസ്റ്റിക് മടക്കാൻ വേണ്ടി നമ്മൾ വെച്ചേക്കുന്ന
ആ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വലിച്ചു പിടിച്ച് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ലാസ്റ്റിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കുക. നമ്മുടെ കൈയുടെ അറ്റത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. രണ്ട് സൈഡും ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് നല്ല ലൂസിന് കിടക്കുന്ന അബായ ആയതുകൊണ്ട് ഒരുപാട് ഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം താഴെ ഭാഗം ലെവൽ നോക്കി അടിഭാഗം മടക്കിയടിച്ച് എടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒരു ദുബായ് മോഡൽ അബായ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇനിയും നല്ല മോഡലുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.